ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ്, രാത്രികാല ചിന്തകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എയ്റ്റ് ഓഫ് കപ്സ്, ടവർ കാർഡ്, 6 ഓഫ് സ്വോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, 10 ഓഫ് wands, 2 ഓഫ് wands, 4 ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്, 6 ഓഫ് കപ്സ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 3 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് വിടുന്നതായിട്ട്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും കറൻ്റ്ലി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ടവർ കാർഡ് വന്നിട്ടുണ്ട്. സോ അത് ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പാർട്ട്ണറിന് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അവരുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു. ഒരു സഡൻ ചേഞ്ച് എന്തായാലും വരാൻ പോകുന്നു. 6 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ, അതായത് ഒരുപാട് ഡിഫിക്കൽട്ട് ആയ ഒരു സിറ്റുവേഷനിലാണ്. സോ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ്, അതായത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഫിനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും മെൻ്റലി ടോട്ടലി ഒരു വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്ണർ. സോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള തോട്ട്സാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. നെക്സ്റ്റ് 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതൊരു ഹാപ്പി കാർഡാണ്, അതായത് ആ ഒരു ഹാപ്പിനെസ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ഉള്ളതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അതിലിപ്പോൾ ചില രീതിയിൽ ഹാപ്പിയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് wands വന്നിട്ടുണ്ട്. സോ അതൊരു ബേർഡൻ്റെ കാർഡാണ്, അതായത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ലൈഫിൽ, റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ് ആയാലും ശരി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 2 ഓഫ് wands വന്നിട്ടുണ്ട്. സോ അവർ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തണമെന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്, പക്ഷേ തീരുമാനത്തിലെത്തിയിട്ടില്ല. അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റക്കായിരിക്കുക, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ആ ഒരു അവസ്ഥയിൽ ഇമോഷണലി ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്കൊരു ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്, അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഒരു എന്തിൻ്റെ ഒരു എൻഡിങ്, മേ ബി നമ്മൾ നേരത്തെ ഒരു ഫിനാൻഷ്യലി ഒരു ക്രൈസിസ് കണ്ടായിരുന്നു. സോ അതിൻ്റെ എൻഡിങ് ആവാം, അല്ലെങ്കിൽ ഏതോ ഒരു രീതിയിലൊരു ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ആൻഡ് പുതിയൊരു ബിഗിനിങ് വരാൻ പോകുന്നു. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വരാൻ പോകുന്നു. സോ ഒരു പുതിയ തുടക്കം, പാസ്റ്റിലുള്ള എല്ലാം മറന്ന് ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് 6 ഓഫ് കപ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. സോ അതൊരു നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ആ ഒരു മെമ്മറീസിൻ്റെയൊക്കെ ഇതാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു മെമ്മറീസൊക്കെ ഇപ്പോഴും ആൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാർഡാണ്. സോ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്.
ഓക്കെ. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് ഫോൺസ് ആയിരുന്നു. നേരത്തെ നമ്മൾ ആ ഒരു 2 ഓഫ് ഫോൺസിനെ പറ്റി പറഞ്ഞു. അതായത് എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു തീരുമാനം എന്തെടുക്കണമെന്നൊരു ആലോചന അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് അതിനു വേണ്ടി ഒരു ആക്ഷൻ അവർ ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓവറോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിന് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണൽ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഇൻറ്റേർണൽ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസിങ് ചിലപ്പോൾ അവർ കീപ്പ് ചെയ്യുന്നത് ആ ഒരു ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഈ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബേർഡൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവർ ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ മെമ്മറീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കും എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ടവർ കാർഡും ഡെത്ത് കാർഡും വന്നതുകൊണ്ട് തന്നെ ഒരു മേജർ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. Miscommunication, Saturday 11:15, Friday 10:05, April V16, Sunday ZH20, Wednesday expectations, EON17, L24, November 2, morning, communication, fear 23, trust issues, long distance, commitment 4, Q22. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ക്ലൂസ് വന്നിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.